നമ്മുടെ മക്കൾ പാടിയും പറഞ്ഞും വരുന്ന ഈ ഒരു സുഹൃത്തം ഇല്ലാതായുള്ള നഷ്ടായിരിക്കാം. ഒന്നാമത്തെ നഷ്ടം നമുക്ക് ഓരോരുത്തർക്കും. അപ്പൊ ഇതൊരു വലിയ വിഷയമായി നമ്മൾ എടുക്കണം. നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു ബോക്സ്, ആവശ്യത്തിനും അല്ലാതെയും പട്ടാമ്പിയിലേക്ക് പോകുന്നവരാണ് നമ്മൾ. ഒരു ചെറിയ ബോക്സ് ഇൻഷാ അല്ലാഹ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരും ഉമ്മമാരും ഒരു തീരുമാനം എടുക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ബോക്സ് ഇൻഷാ അല്ലാഹ് നാളെ തന്നെ ഒന്ന് വാങ്ങി. ചെറിയൊരു 10 20 അല്ലെങ്കിൽ 40 50 കൊടുത്താൽ കിട്ടും. അതിൽ നിങ്ങൾ ഇടക്കിടക്ക് ഒരു 50 100 രൂപ അതിലേക്ക് നിക്ഷേപിക്കും. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദക്ക കുട്ടിക്ക അടുത്ത വർഷത്തെ റബീഉൽ അവ്വലിലേക്ക് ഇപ്പോൾ തന്നെ ഈ മഹത്തായ മജ്ലിസിൽ വെച്ച് 500 രൂപ സയ്യിദക്ക തരാന്ന് പറഞ്ഞു. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അത് ചിലപ്പോ ചിലര് കരഞ്ഞു പറയും പ്രയാസങ്ങള്, ചിലര് സങ്കടം പോലെ പറയും, ചിലര് ദേഷ്യം പോലെ പറയും. എങ്ങനെ പറഞ്ഞാലും വിഷയം നമുക്ക് മനസ്സിലായല്ലോ. സംഗതി പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദീന് പഠിക്കുക. ഒരു നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹുവിന്റെ പള്ളിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളിയുടെ പരിപാലനം. പിന്നെ പള്ളിയിൽ വന്നാൽ എങ്ങനെ ഇബാദത്ത് ചെയ്യണം, ഇഅ്തികാഫിന്റെ മഹത്വം എന്ത്, ഒന്നാമത്തെ സൊഫിന്റെ പ്രത്യേകത എന്താണ്, പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതിയാലുള്ള കൂലി എത്രയാണ്, ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് മദ്രസ. അപ്പൊ ഇത് രണ്ടും കൃത്യമായ അളവിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ അടുത്ത വർഷത്തെ നമ്മുടെ റബീഉൽ അവ്വൽ പരിപാടിയിലേക്ക് നമ്മൾ നാളെ തന്നെ ഒരു ചെറിയ ബോക്സ് വാങ്ങാം. അതിൽ 10 20 30 കുട്ടികൾ വെറുതെ ബിസ്മിൻ ചെല്ലാതെ ഇങ്ങനെ ഈമ്പി നടക്കുന്നുണ്ടാവും ഐസ്. എന്നിട്ട് അത് പിറ്റേ ദിവസം ഡോക്ടർക്ക് പോവുക. ഡോക്ടർക്ക് ഒരു പൈസ, മരുന്നിന് വേറൊരു പൈസ. ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ ഫ്രീ ആണെന്ന് വിചാരിക്കാൻ അങ്ങോട്ട് പോകണമെങ്കിൽ ബസ്സിന് പൈസ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോകണ്ടേ? ആ കാശ് ഒരു ദിവസത്തെ ഐസിന്റെ പൈസ. ആഴ്ചയിൽ 5 ദിവസം സ്കൂളുണ്ടല്ലോ, അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴും വേണം ഇവർക്ക് ഐസ്, ഇങ്ങോട്ട് വരുമ്പോഴും വേണം. അപ്പൊ ആഴ്ചയിലെ ഒരു ദിവസത്തെ ഐസിന്റെ പൈസ ബിസ്മില്ലാ ഇതിൽ കിടക്കട്ടെ. അപ്പൊ അടുത്ത റബീഉൽ അവ്വൽ മാസത്തെ മീറ്റിംഗ് വിളിക്കുമ്പോ അൽഹംദുലില്ലാ പെട്ടി നമ്മളിങ്ങനെ തുറക്കുമ്പോ അതിലൊരു 500 1000 1500 1501 റുപ്യ ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയത് ഞാൻ കൊടുക്കുമെന്ന് ഓരോരുത്തരും മനസ്സിൽ കരുതുക. കാരണം ഇപ്രാവശ്യത്തെ ആണ്ട്, ഇപ്രാവശ്യത്തെ ജന്മദിനം 1500ാമത്തതാണ്. അടുത്ത വർഷം 1501 41 രക്ഷിതാക്കൾ, 51 രക്ഷിതാക്കളുണ്ട്. ചുരുങ്ങിയത് ഇൻഷാ അല്ലാഹ് 1501 രൂപ അടുത്ത വർഷത്തെ റബീഉൽ അവ്വൽ പരിപാടിയിലേക്ക് ഞാൻ കൊടുക്കുമെന്ന് ഓരോ രക്ഷിതാക്കളും മനസ്സിൽ കരുതുക. ഇന്ന് തന്നെ കരുതുക. ആ പെട്ടി നമ്മൾ വാങ്ങി വെക്കുന്ന പെട്ടി നിറഞ്ഞാലില്ലെങ്കിലും ഇനി അതിന്റെ അപ്പുറത്തേക്ക് 2000 ആയി എന്ന് വിചാരിക്കുക, 2001 ആയി എന്ന് വിചാരിക്കുക. അൽഹംദുലില്ലാ, നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടുത്ത വർഷം ഇങ്ങനൊരു മജ്ലിസിൽ ബഹുമാനപ്പെട്ട കോയക്കുട്ടികൾ സംസാരിക്കുമ്പോ ഇന്ന് സംസാരിച്ച പോലെ ആവരുത്. അൽഹംദുലില്ലാ, സന്തോഷത്തിന്റെ വർത്തമാനമാണ് നമ്മളൊക്കെ കേൾക്കേണ്ടത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സദസ്സിനെ മദീനയിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് സന്തോഷിക്കണം നമ്മുടെ ഇടപെടലിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ. അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാ, നമ്മളെ ഇത്താച്ചു